ഒരു പേഷ്യന്റിനോട് നമ്മൾ ഇപ്പോൾ പേഷ്യന്റ് ആവട്ടെ അല്ലെങ്കിൽ സാധാരണ ഒരു വ്യക്തി ആവട്ടെ അവരോട് നമ്മൾ ഡെങ്കു പോസിറ്റീവ് ആണെന്ന് പറയുകയാണ്, ഉടൻ തന്നെ അവർ നമ്മളോട് ചോദിക്കും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഒക്കെ എങ്ങനെയാണ്, നോർമൽ ആണോ? ഡെങ്കു ഫീവറിൽ നമ്മൾ ഏറ്റവും കൺസേണിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ആണോ അതോ മറ്റ് എന്തൊക്കെ ഘടകങ്ങളാണ് നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടത് ഡെങ്കുവിന്റെ കാര്യത്തിൽ? ഡെങ്കി പനി എന്ന് പറയുന്നത് നമുക്കറിയാം, സാധാരണ ഏതൊരു പനിയെയും പോലെ ചിലപ്പം അൺഈവൻഫുള്ളി, അതായത് യാതൊരു പ്രശ്നങ്ങളും സങ്കീർണതകളും ഒന്നും സൃഷ്ടിക്കാതെ തന്നെ മാറിപ്പോവാം. പക്ഷേ ചിലരിൽ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സങ്കീർണതകൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട ആവശ്യമൊക്കെ ഉണ്ടായി എന്ന് വരാം. നമുക്കറിയാം, ഡെങ്കി പനിയായിട്ട് വന്നാൽ ഉടനെ പ്ലേറ്റ്ലെറ്റ് കൊടുക്കേണ്ടി വരുമോ എന്നുള്ളത് മാത്രമാണ് രോഗിയുടെ റിലേറ്റീവ്സിന്റെ ആശങ്ക. പക്ഷെ അങ്ങനെയല്ല, 5 മുതൽ 10% ആൾക്കാരിൽ മാത്രമേ പ്ലേറ്റ്ലെറ്റ്സിന്റെ കുറവ് വരാറുണ്ട്. ത്രോംബോസൈറ്റോപീനിയ എന്ന് പറയും. അവരിൽ തന്നെ വളരെ ചെറിയൊരു ശതമാനത്തിനാണ് പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കേണ്ടി വരുന്നത്. അതായത് നമ്മൾ ഒരു ഡെങ്കിപ്പനി എടുക്കുകയാണെങ്കിൽ അതിന്റെ വളരെ ഗുരുതരമായിട്ടുള്ള ഭവിഷ്യത്തുകളിൽ രണ്ടാണ്. ഒന്ന് ഡെങ്കി ഷോക്ക് സിൻഡ്രോമും പിന്നെ ഒന്ന് ഡെങ്കി ഹെമറാജിക് ഫീവറും. ഈ ഹെമറാജിക് ഫീവറിന്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും പ്ലേറ്റ്ലെറ്റ്സ് കുറയുന്നത്. ആദ്യത്തെ ഒരാഴ്ച കഴിയാറാവുന്ന സമയത്താണ് ഈ കുറയൽ തുടങ്ങുന്നത്. അപ്പോൾ പ്ലേറ്റ്ലെറ്റ്സിന്റെ കണക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു 20,000-ൽ താഴെ വരികയും എന്തെങ്കിലും ഒരു രക്തസ്രാവം എവിടെയെങ്കിലും അതിന്റെ സൂചന ഉണ്ടാവുകയും ആണെങ്കിൽ, അല്ല എങ്കിൽ ഒരു 15,000-ൽ താഴെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് പോവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാത്ത പക്ഷം ഒരു 40,000-ആയി അല്ലെ 45,000-ആയി നമുക്ക് വെയിറ്റ് ചെയ്യാം, നമുക്ക് ഒബ്സർവ് ചെയ്യാം, പേഷ്യന്റ് ഡെയിലി കൗണ്ട്സ് നോക്കാം. അപ്പം പ്ലേറ്റ്ലെറ്റ്സ് കൊടുക്കുക എന്നുള്ളത് വളരെ ഒരു ടെമ്പററി ആയിട്ടുള്ള ചികിത്സയാണ്. പ്ലേറ്റ്ലെറ്റ്സ് കൊടുക്കുന്നത് തന്നെ നമ്മൾ ആ രക്തസ്രാവം ഒഴിവാക്കാൻ വേണ്ടി 1, 2, 3 ദിവസം തള്ളി നീക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം രോഗി സുഖപ്പെടുന്നത് സ്വയമായിട്ടുള്ള രോഗപ്രതിരോധ ശേഷി കൊണ്ടാണ്. അപ്പൊ ആ ഒരു ചെറിയ ബ്രിഡ്ജിങ് അല്ലെങ്കിൽ ആ ഗ്യാപ്പ് നികത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലും ഗുരുതരമായിട്ടുള്ള ചില സങ്കീർണതകളാണ് ഡെങ്കി ഷോക്ക് സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പൊ ഡെങ്കി ഷോക്ക് സിൻഡ്രോമിൽ ബ്ലഡ് പ്രഷർ അമിതമായിട്ട് കുറയുക, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ശ്വാസകോശത്തിന്റെ വെളിയിൽ അല്ലെങ്കിൽ ഹൃദയത്തിന്റെ വെളിയിലുള്ള കവറിങ്ങില് അത്തരത്തിലൊക്കെ ഫ്ലൂയിഡ് കളക്ഷൻ ഉണ്ടാകുക, അതൊക്കെയാണ് വളരെ ഗുരുതരമായിട്ടുള്ള സ്വഭാവമുള്ള ചില അസുഖങ്ങൾ. ഡെങ്കി ഹെമറാജിക് ഫീവറിൽ ആന്തരികമായിട്ടുള്ള രക്തസ്രാവങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഇതെല്ലാം ഏകദേശം ഒരു 1 മുതൽ 2% വരുന്ന രോഗികളിൽ മാത്രമേ ഈ സങ്കീർണതകൾ കാണാറുള്ളൂ. നമ്മൾ ഡെങ്കി എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഭയപ്പാടിന്റെ ആവശ്യമില്ല. പ്ലേറ്റ്ലെറ്റ്സ് അല്പം കുറഞ്ഞ് 1.5-1 ലക്ഷം ആവുമ്പോഴേക്കും ഭയപ്പാടോടെയാണ് ആളുകൾ ആശുപത്രിയിൽ വരുന്നത്. അതിന്റെ ആവശ്യമില്ല.